ഇതുപോലെ ടേസ്റ്റ് ഉള്ള ഒരു പുഡിംഗ് ഞാൻ ഇടയ്ക്കൊന്നും ട്രൈ ചെയ്തിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റ് ആണ്. അടിപൊളിയായിട്ട് നമുക്ക് എളുപ്പത്തിൽ സെറ്റ് ചെയ്തെടുക്കാനും പറ്റും കേട്ടോ. അപ്പൊ ആദ്യം നമുക്ക് ഇതിലേക്ക് ഒരു 7 ഗ്രാം ചൈന ഗ്രാസ് അരക്കപ്പ് വെള്ളത്തിൽ നല്ല ചൂട് വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. 10 മിനിറ്റ് സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 1/4 കപ്പ് പാല്, കൂടെ 1/4 കപ്പ് ഫ്രഷ് ക്രീം, 1/4 കപ്പ് തന്നെ കണ്ടൻസർ മിൽക്ക്, പിന്നെ ഒന്നുകൂടി മധുരത്തിനായിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് തിളപ്പിച്ചെടുക്കാം. അപ്പൊ ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ നേരത്തെ സോക്ക് ചെയ്തെടുത്ത ചൈന ഗ്രാസും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. നല്ലപോലെ മെൽറ്റായി കിട്ടണം. അപ്പൊ പാല് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയതിന് ശേഷം കുറച്ച് വിധാന ചൈന ഗ്രാസിന്റെ മിക്സും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് വീണ്ടും ഒരു 1/2 മിനിറ്റ് ടൈമും കൂടി ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് ഇതുപോലെ ഒന്ന് സെയിം ആയിട്ട് നമ്മളൊന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി തിളപ്പിച്ച് നമുക്ക് ഇഷ്ടമുള്ള ട്രേയിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റാം. ഞാൻ 2 ചെറിയ ബൗളിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ടോപ്പ് ചെറുതായിട്ടൊന്ന് സെറ്റ് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അനാറാണ് കേട്ടോ. ഒരു മാതള നാരങ്ങയാണ്, കുറച്ച് അധികമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ടും നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവേർഡ് ജെല്ലിയായിട്ടാണ് കേട്ടോ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പൊ എന്നിട്ട് ഞാൻ ഇതിലേക്ക് സ്ട്രോബെറി ജെല്ലിയാണ് കൊടുക്കുന്നത്. ആ ഒരു ജെല്ലി മിക്സും വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ആ ഒരു ചൂടോടി തന്നെ നമ്മൾ അതിന്റെ ടോപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ 1 സ്പൂൺ വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സെറ്റായിട്ട് കിട്ടെ. എന്നിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി ഒരു 3 മണിക്കൂറെങ്കിലും ഏറ്റവും കൂടുതൽ നല്ലപോലെ തണുപ്പിച്ചെടുക്കണം കേട്ടോ. കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഭയങ്കര സോഫ്റ്റ് നല്ല ടേസ്റ്റും ആണ് കേട്ടോ. അപ്പൊ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കല്ലേ. മറ്റേ റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്